അപ്പോൾ ബിയോണ്ട് ദ മൈക്കിൻ്റെ മറ്റൊരു മൂവി റിവ്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. തുടങ്ങി തുടക്കായി റെക്കോർഡ് ചെയ്താ റെക്കോർഡിംഗ് ഒക്കെ ഓണാണ്. പറയും. അപ്പോൾ ഞങ്ങൾ ഈ പടത്തിന് കുറച്ച് സീരിയസ് ഒക്കെ ആയിട്ടിരിക്കുക. ഏതാ പടം? ദുരന്തർ. ദുരന്തമോ? ദുരന്തം. നിനക്ക് ദുരന്തമായിരുന്നു. ദുരന്തർ അതാണ് പ്രശ്നം. 3.5 മണിക്കൂറാ പടം. എനിക്ക് കുറച്ച് ഉറപ്പൊക്കെ ഉണ്ടായി തീരേണ്ടത്. കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ മൊത്തത്തില് അപ്പോൾ ബിയോണ്ട് ദി മൈക്കിൻ്റെ മറ്റൊരു മൂവി റിവ്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഈ പടത്തിന് വേണ്ടി കുറച്ച് സീരിയസ് ഒക്കെ ആയിട്ടിരിക്കാൻ പോവാണ്. ഏതാ പടം? ദുരന്തർ. രൺവീർ സിംഗിന്റെ ദുരന്തമോ? ദുരന്തം. നിനക്ക് ദുരന്തമായിരുന്നു. ദുരന്തർ അങ്ങനെയല്ല, ഒരു 3.5 മണിക്കൂർ തിയേറ്ററിലിരുന്ന്. അതാണ് പ്രശ്നം. 3.5 മണിക്കൂറാ പടം. കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മള് എനിക്ക് കുറച്ച് ഉറപ്പൊക്കെ ഉണ്ടായി തീരേണ്ടത്. കഴിക്കാനൊക്കെ ഉണ്ടായിരുന്ന കഴിച്ചിരുന്നു. കുഴപ്പമില്ല പടം. ഒരു സ്പൈ ത്രില്ലർ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയേക്കണ ഒരു പടമാണ്. പക്ഷെ സ്പൈ ആക്ഷൻ ത്രില്ലർ എന്തായാലും ആവട്ടെ, കാണാനൊക്കെ രസമൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ കുറച്ച് വേർഡുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സും പിന്നെ കുറച്ച് റിയൽ ലൈഫ് ഇൻസിഡന്റ് ഒക്കെ ഉള്ള ഒരു പടമാണ്. അത് ഞാൻ വായിച്ചു. മോഹിത് ശർമ്മ എന്ന് പറഞ്ഞൊരു പഴയ പട്ടാളക്കാരന്റെ കുറച്ച് റിയൽ സ്പൈ ആയിട്ട് ആള് ചെയ്തതിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് ആ ക്യാരക്ടറിന് ഉണ്ടാക്കിയേക്കണം ഇതിനു വേണ്ടിട്ട്. പിന്നെ മൊത്തത്തില് ആക്ഷനൊക്കെ അടിപൊളിയാ. അത് ഓക്കെ, ആക്ഷൻ ആണ്. ആക്ഷനിലാണ് ഇവിടെ. അത് കുറച്ച് നമ്മുടെ മാർക്കോ മൂടൊക്കെ തല്ലി പൊളിച്ച് മിണ്ടിയ കഴുത്ത് തെറിച്ച് പോവാ ആ വക അംഗങ്ങളൊക്കെ ഉണ്ട്. ഈ പടം ഡയറക്ട് ചെയ്തേക്കുന്നത് ആദിത്യധർ. നമ്മുടെ പഠിച്ചല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വീണ്ടും പഠിച്ചു. നമ്മുടെ ഉറിയുടെ ഡയറക്ടർ. അത് കണ്ടായിരുന്നു. നാഷണൽ അവാർഡൊക്കെ എല്ലാരും പഠിച്ച പ്രൊഡ്യൂസർ നോക്കി വായിക്കേണ്ടി വരും. എന്തോ ദേശ്പാണ്ഡെ ആണെന്ന് എനിക്കറിയാം. പുള്ളി തന്നെയാണ്, ആദിത്യധർ തന്നെയാണ് ഇതിന്റെ എഴുത്തും. പടം നോക്കുമ്പോ ജിയോന്റെ കുറെ സാധനങ്ങളൊക്കെ അവരുടെ ബാനറിലാണ് പടം. അത് ഞാൻ കണ്ടായിരുന്നു. ഒന്നും അറിയേണ്ടവരും ഇൻവെസ്റ്റ് ചെയ്യില്ലല്ലോ. പടത്തിന് കളക്ഷൻ ഉണ്ടെന്നുണ്ട്, അത്യാവശ്യം കളക്ഷനൊക്കെ ആയിട്ടുണ്ട് പടം. പിന്നെ സെക്കൻഡ് പാർട്ടിലുള്ള ഒരു ലീഡ് ഇട്ടിട്ടാണ് നിർത്തിയേക്കുന്നത്. അത് ഓക്കെയാണ്. ലാഗ് ഒരു 3.5 മണിക്കൂർ കണ്ടിരിക്കുക. ആക്ഷൻ വർക്കായി. വില്ലൻ നീ പറഞ്ഞില്ല, അതിലെ പണ്ടത്തെ ഒരു പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അയാളുടെ പുള്ളിക്കാരെ എന്ത് ഓർത്തുണ്ടായിരുന്നു? അക്ഷയ് തന്നെ. എനിക്കറിയില്ല അതന്നെ. പക്ഷെ ആളുടെ ഒരു വില്ലനീസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ എനിക്ക് അതിൽ കോമഡി ആയിട്ട് തോന്നുന്നത് നമ്മുടെ പണ്ടത്തെ മാധവന്റെ അയാളെന്തിട്ട കാണിച്ചു വെച്ചാണ്. അത് നല്ല ഭംഗിയുള്ള മനുഷ്യനെ വേറെ ഏതോ ഒരാളാക്കി വെച്ചു. അത് വലിയ അത് അതിന്റെ ആവശ്യമില്ല. റൊമാൻസും ഇവര് തമ്മിലുള്ള ഒരു അങ്ങോട്ട് നമ്മുടെ ആൻമരിയ കൽപ്പില അത് പഠിച്ചില്ലേ? അതും പഠിച്ചു. അതാണ് ഫസ്റ്റ് പഠിച്ചത്. അതും അവരുടെ പക്ഷെ ആളുടെ അങ്ങടെ അവന്റെ അഭിനയൊക്കെ ഓക്കെയാ. പക്ഷെ രൺവീർ സിംഗ് ഒരു വലിയ മനുഷ്യൻ, ഇത് അതിന്റെ മുന്നിലൊരു ചെറിയ കുട്ടി. ഈ മിസ്റ്റർ അപ്പൊ ഒരു ലവും റൊമാൻസും നമുക്ക് അങ്ങോട്ട് വർക്ക്ഔട്ട് ആവണ ഇറങ്ങിയ ടൈമില് ദിലീപേട്ടൻ വേണ്ട അത് കട്ട് ചെയ്യാം. ദിലീപേട്ടൻ വെച്ച് പറയാം. അത് അടുത്ത വീഡിയോ പറയാലോ പറയാം. അല്ല, അതില് ഈ പുള്ളിക്കാരി സനുഷ വന്നതിന്റെ ഒരു ഇത്. അപ്പൊ അതേപോലെ നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഇത്. ചിലപ്പോ നമ്മള് ആൻമരിയ കൽപ്പ് കണ്ടതുകൊണ്ടായിരിക്കും നമുക്ക് അപ്പോഴും ആകടെ ആ ഒരു കുഞ്ഞിത. പിന്നെ നമുക്ക് അതിന്റെ ഒരു പടം ഉണ്ടായില്ലേ പൊന്നിൻ സെൽവൻ, അതിൽ വർക്കൗട്ടായിരുന്നു. ഞാൻ കണ്ടല്ലേ പടം. പൊന്നിൻ സെൽവൻ കണ്ടല്ലേ? നീയാണോ സിനിമാക്കാരെന്ന് പറഞ്ഞ് നടക്കണേ? കാണാൻ പറ്റേ മോശമായി. പിന്നെന്താ? പിന്നെ മൊത്തത്തിൽ പടം കൊള്ളാം. അടുത്ത സെക്കൻഡ് പാർട്ട് കാത്തിരുന്ന് പോയി കാണുന്നില്ല, എന്നാലും ഒഴിവുണ്ടെങ്കിൽ പോയി കാണും. ഇത്രയ്ക്ക് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്, അതാണ് പടം. പിന്നെ ഓവറോൾ കൊള്ളാം. പിന്നെ നമ്മള് ഭായിമാരെ കൊണ്ടുപോയ നമ്മുടെ റെസ്റ്റോറന്റിലെ ടീമുകളെയും കൊണ്ടുപോയത് അവന്മാർക്ക് എൻഗേജ്മെന്റ് ആയിരുന്നു. ഇത് ചോട്ടു ആദ്യമായിട്ട് കാണുന്നത് ഞെട്ടിപ്പോയി. ഇത്ര നാളായിട്ട് അവൻ ആദ്യമായിട്ട് കാണിച്ച ഫസ്റ്റ് പടം തന്നെ പോയി. ഇടിവെള്ള പടമായിരുന്നു ഇത്. പക്ഷെ ആൾക്കാരുണ്ടായിരുന്നു, തിയേറ്ററിൽ ആൾക്കാരുണ്ട്. വർണ്ണയിലല്ലേ അമ്മ കണ്ടേ?
അവർക്കൊരു പ്രൊമോഷൻ ആയില്ലേ? അവർക്കൊരു പ്രൊമോഷൻ. ഇതിപ്പോ കുറച്ച് ടൈം എടുത്ത് ഞങ്ങൾ ഇതിന്റെ റിവ്യൂ പറയാനായിട്ട്, പക്ഷെ എന്നാലും അധികാരം കണ്ടിട്ടുണ്ടാവില്ല എന്നറിയാം. പടം അത്ര എല്ലാ നമ്മുടെ നാട്ടിലധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല, കുറവായിരിക്കും. പക്ഷെ കൊള്ളാം, ഒരു വട്ടം പോയി എക്സ്പീരിയൻസ് ചെയ്ത് കണ്ട് വരാവുന്നുള്ള ഒരു സിനിമ തന്നെയാണ്. അല്ല, റിയൽ ലൈഫിൽ ഇങ്ങനെ ചിന്തിക്കും പോലെ സ്പൈ ആയിട്ട് അവിടെ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു മോഹിത് ശർമ്മ എന്ന് പറഞ്ഞ ഒരു പട്ടാളക്കാരൻ, അത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലൊക്കെ പോയി സ്പൈ ആയി നിൽക്കാന്ന് പറഞ്ഞ ഇത്ര വർഷം നിന്ന് അവിടെ നിന്ന് 2 പേരെ കൊന്ന് അവൻ തിരിച്ചു വന്നു എന്നുള്ളതാണ് കഥ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ പട്ടാളക്കാരൻ 5 വർഷം കഴിഞ്ഞ് എന്തോ മരിക്കുന്നുണ്ട്, ശരിക്കും വേറൊരു വാറിൽ. പിന്നെ റിയൽ ലൈഫ് ഉണ്ട്, പിന്നെ പ്ലസ് സിനിമാപരമായിട്ടുള്ള ഒരു ഇതില്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു റൂഡായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. നമുക്ക് ഒരു പടം ഇറങ്ങിണ്ടായിരുന്നില്ലേ പണ്ട്, പത്മാവത എന്തോ ഖിൽജി ആയിട്ട്, അതിന്റെ ചില സാധനങ്ങൾ കിട്ടും, ചില നിപ്പിലും പിടുത്തത്തിലൊക്കെ. അതൊക്കെ കൊള്ളാം. ചില നോട്ടകത്തിലൊക്കെ ആ ഒരു സീൻ, മുടിയൊക്കെ ഉള്ള കാരണമാകുന്നതുകൊണ്ട് ആ ഒരു ഫീല് കിട്ടും നമുക്ക്. മൊത്തത്തില് പടം കൊള്ളാം. അപ്പൊ എല്ലാരും പോയി കാണാം, എല്ലാരും പോയി പടം കാണാം. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ OTT വരും, OTT കണ്ടാലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കുറച്ചൊക്കെ അടിച്ചു കളയാൻ പറ്റൂല, ചില സാധനങ്ങളൊക്കെ അടിച്ചു കളയാണ്ട്. അത് OTT കാണുമ്പോ അടിപൊളിയാണ്. ആക്ഷൻ കഴിഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റോറി ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇത്തിരി ലാഗ് ഫീൽ ചെയ്യും, മൊത്തത്തിൽ ലാഗ് ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെ അപ്പോ ദുരന്തം ഞങ്ങൾക്ക് അത്രയ്ക്ക് ദുരന്തമായിരുന്നില്ല. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ദുരന്തമാണോ അല്ലേ നിങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ശരി. ദുരന്തർ. അപ്പൊ അടുത്ത പടമായിട്ട് ഞങ്ങൾ വരാം. ടാറ്റ.